ഹായ്, നെഹൂസ് പ്രിറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അഗ്ലോണിമാസും കോളീസും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ അഗ്ലോണിമയാണ്. നല്ലൊരു വെറൈറ്റി അഗ്ലോണിമയാണ്. യെല്ലോയിൽ വൈറ്റ് ലൈൻസ് വരുന്നത്, അതിൻ്റെ തന്നെ വൈറ്റ് ലൈൻ മാത്രം വരുന്ന ഒരു അഗ്ലോണിമയാണിത്. എല്ലാം വൈറ്റ് സ്റ്റെമ്മോട് കൂടിയതാണ്. ഇത് അഗ്ലോണിമ സിൽവറിക്കുവിന് ഇൻഡോറിലൊക്കെ വെക്കാൻ നല്ല പ്ലാന്റ്സാണ് ഈ എല്ലാ അഗ്ലോണിമാസും. എല്ലാത്തിൻ്റെ വില ഞാൻ സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് കളറുള്ള അഗ്ലോണിമാസ് വെക്കുന്നതിനും നല്ലത് ഈ ഗ്രീൻ വെറൈറ്റീസ് അഗ്ലോണിമ വെക്കുകയാണെങ്കിൽ ഒരിക്കലും നശിച്ചു പോകാതെ നിന്നോളൂ. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാൻ. ഇത് അഗ്ലോണിമയുടെ നാരോ ആയിട്ടുള്ള ലീഫാണ്. ഇതും ബുഷിയായിട്ടൊക്കെ വളരുമ്പോൾ ഇൻഡോറിൽ വെക്കാൻ നല്ല ഭംഗിയാണ്. ഇത് ഡിഫൻ ബാച്ചിയാണ്. ഡിഫൻ ബാച്ചി ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളാണ്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. ഇതുപോലെ ഇതിൽ ഡാർക്ക് ഗ്രീനിനകത്ത് നല്ല വൈറ്റ് ലൈൻസ് വരും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അധികം കോമൺ ആയിട്ടുള്ള ഒരു ഡിഫൻ ബാക്കിയല്ല. അത് ആരുടെയും കയ്യിലില്ലാത്ത ഒരു വെറൈറ്റിയാണ്. ഇത് വള്ളിച്ചിയുടെ വേറൊരു വെറൈറ്റിയാണ്. നല്ല മൊസൈക്ക് പോലെയാണ്. ഇതിൽ ആഷ് കളറിൽ ഗ്രീനിനകത്ത് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇത് ബ്ലാക്ക് സിങ്കോണിയത്തിൻ്റെ പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് തന്നെയാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ഈ വാട്ടർ അലോക്കേഷ്യയാണ്. ഇത് ക്രോട്ടൻ്റെ വെറൈറ്റിയാണ്. നല്ല യെല്ലോ കളറ് വെയിലടിക്കും തോറും വരുന്ന ഒരു പ്ലാന്റാണിത്. നല്ല ഭംഗി കാണാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇല ഇത്തിരി മച്ചുവറായി കഴിയുമ്പോൾ അതുപോലെ ഗ്രീനിനകത്ത് യെല്ലോ ലൈൻസായി അത് മാറും. ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താലും നല്ല ബുഷിയായിട്ട് ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ നിന്നോളും. അപ്പോൾ അതിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. അടുത്തത് വേറൊരു വെറൈറ്റി ക്രോട്ടനാണ്. ഇത്തിരി നീണ്ട ലീഫാണ് ഇതിനുള്ളത്. ഇതുപോലെയാണ് അതിൻ്റെ കളർ ഇരിക്കുന്നത്. അരികിൽ കൂടി ഒരു പിങ്ക് ലൈനൂടെ വരുന്നുണ്ട്. അടുത്തത് ഇതാണ്. നല്ല റെഡ് കളറിലാണ് ഇതിൻ്റെ ലീഫുകൾ ഇരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നതിലും റെഡ് കളറാണ് ഇതിൻ്റെ ലീഫിന്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത്. അടുത്ത് ഇതാണ് ഒരു നാരോ ആയിട്ട് ലീഫിൽ യെല്ലോ ഡോട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ പിങ്ക് ഒരു ബോർഡറൂടെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബാക്കിലെ കളർ. നമ്മുടെ സാധാരണ ഒരു ക്രോട്ടൺ ഉണ്ട് യെല്ലോ കളറിൽ ഇങ്ങനെ ഡോട്ട്സ് ഉള്ള ഒരു കോമൺ വെറൈറ്റി. അതല്ല ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതായിരുന്നു അതിൻ്റെ മദർ പ്ലാന്റ്. ഞാനൊന്ന് കട്ട് ചെയ്ത് വിട്ടതാണ് മഴയായപ്പോൾ. പിന്നെ ഇത് ഡ്രസ്സീനയുടെ ഗോൾഡൻ ഡ്രസ്സീനാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റാണ്. അടുത്ത വേറെ ഡ്രസ്സീനെയാണ്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെതായിട്ട് ഇങ്ങനെ ഇലകളിൽ പിങ്ക് ലൈൻസ് ഇങ്ങനെ കയറി വരും. എന്നിട്ട് നാരോ ലീഫുഡാണ്. ഇതിന് നഴ്സറീസിലൊക്കെ അത്യാവശ്യം നല്ല വിലയാകുന്നതാണ്. നല്ലൊരു പ്ലാന്റാണ്. അടുത്തത് ഈ ഡ്രസ്സീനെയാണ്. ഗ്രീൻ കളറ് എന്നിട്ട് സൈഡിൽ കൂടി ഒരു യെല്ലോ ലൈനൂടെ വരുന്നത്. അതിന് നല്ല വില വരുന്ന പ്ലാന്റാണ്. ഇൻഡോറിലൊക്കെ വെക്കാൻ നല്ല പ്ലാന്റാണ്. ഇതൊരു വെറൈറ്റി ഡ്രസ്സീനെയാണ്. അധികം കോമൺ അല്ലാത്ത ഒരു ഡ്രസ്സീന പ്ലാന്റാണ്. പിന്നെയുള്ളത് ഞാൻ ആദ്യം കാണിച്ചൊരു നാരോ ലീഫിനെക്കാട്ടിൽ ഇത്തിരി കൂടെ വീതിയുള്ള ലീഫാണ് ഇതിനുള്ളത്. ഇതിൻ്റെ അരികിൽ കൂടെ വേറൊരു ടൈപ്പിലുള്ള പിങ്ക് കളറാണ് വരുന്നത്. എല്ലാത്തിലും പിങ്ക് ലൈൻ വരുന്നുണ്ടെങ്കിലും കളർ വ്യത്യാസമാണ്. ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ്. ഇത് വേറൊരെണ്ണമാണ്. ഡാർക്ക് ഗ്രീൻ കളറിനകത്ത് അരികിൽ കൂടെ പിങ്ക് ബോർഡറുമായിട്ട്. എന്നിട്ട് അതിൻ്റെ ഇലയുടെ അറ്റത്തൊരു ഇങ്ങനെ ഒരു വളവ് പോലെ ഒരു ശകലം വരുന്നുണ്ട്. എല്ലാം നല്ല വലിയ പ്ലാന്റുമാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇങ്ങനെ പുൽമത്ത വിരിച്ച പോലെ ഇരിക്കും. അത് ഹൈറ്റ് വെക്കത്തില്ല. ഇതുപോലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിന് സിങ്കോണിയം ഗൂസ് ഫ്രൂട്ട് എന്ന് പറയും. അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണിത്. ഇത് സിങ്കോണിയത്തിൻ്റെ നാരോ ലീഫാണ്. വൈറ്റ് കളറിൽ ലീഫുമായിട്ട് നാരോ ലീഫ്.
ഇത് കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. നടുക്ക് നല്ല ഡാർക്ക് മജന്ത കളറിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. മഴയൊക്കെ ആയപ്പം ഇനിയിപ്പം കലേഡിയൻസൊക്കെ നന്നായിട്ട് പിടിക്കും. നല്ല ഭംഗിയാണിത് കാണാൻ. അടുത്ത വൈറ്റ് ഡോട്ട് വരുന്ന, ഗ്രീനിനകത്ത് വൈറ്റ് ഡോട്ട് വരുന്ന ഒരു കലേഡിയമാണ്. ഇത് കൂഫിയ പ്ലാന്റിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൈകൾ നല്ല വലിയ തൈകളാണ്. തൈയായിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ്. ഇതുകൊണ്ട് പൂക്കളായതാണ്. എപ്പോഴും പൂ തരുന്ന ഒരു പ്ലാന്റാണ് ഈ കൂഫിയ പ്ലാന്റ്. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ആ നഴ്സറീസിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. ഇൻഡോറിലൊക്കെ ഒരു വലിയ പൊട്ടി വെക്കാൻ നല്ല ഭംഗിയാണിത്. ഇതിൻ്റെ അത്യാവശ്യം വലിയ തൈകളാണ് തരുന്നത്. പിന്നെ ഇത് ഫ്രോസ്റ്റൈൽ പാമ്പിൻ്റെ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒത്തിരി വീഡിയോസിലിട്ട് കൊടുത്തിരുന്നു. വീണ്ടും ഇതിൻ്റെ ചെറിയ തൈകൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വലിയൊരു ലോണൊക്കെ പിടിപ്പിക്കുന്ന ഒരു വലിയ ഗാർഡൻ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റാണ്. ഇത് വൈറ്റ് അരേലിയാണ്. ഭയങ്കര സ്ലോ ആണ് ഇതിൻ്റെ ഗ്രോത്ത്, എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ചെറിയ തൈയാണേ, അതൊന്നും വലുതായി വരെ ഒത്തിരി താമസം കൊടുക്കും. ഇതിൻ്റെ പിഡിലാസിൻ്റെ വൈറ്റ് വേരിഗേഷൻ ഉള്ളതിൻ്റെ കട്ടിങ്സ് കൊടുക്കാറുണ്ട്. കട്ടിങ്സ് വേണ്ടതെന്ന് പറയണം. പിന്നെ ഡുറാൻഡയുടെ യെല്ലോ വെറൈറ്റി വരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിങ്ങനെ നമുക്ക് ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു വളരും. ഇതെൻ്റെ മദർ പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇത്തിരി കളർ കുറഞ്ഞിട്ടുണ്ട് മഴയായപ്പം. സൺലൈറ്റ് അടിക്കുന്തോറും നല്ല യെല്ലോ കളറായി വരും. അതിൻ്റെ നല്ല പ്ലാന്റുകളും നമ്മുടെ കൊടുക്കാനുണ്ട്. പിന്നെ അടുത്തത് ഇത് ടെക്കോമയുടെ പ്ലാന്റാണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. അതുകൊണ്ട് ചെറിയ തൈയിൽ തന്നെ പൂക്കളായിട്ടുണ്ട്. നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഒരു സെമി ക്രീപ്പറായിട്ടുള്ള പ്ലാന്റാണ്. ഒരു ചെറിയ സ്റ്റിക്കൊക്കെ കൊടുത്ത് അതെല്ലാം കയറിപ്പോയിക്കോളും. ഇത് നിറയെ പൂക്കളും ഉണ്ടാകും. പിന്നെ ബോളരേലിയയുടെ തൈകളാണിത്. ഈ പിഷ്യ പ്ലാന്റ് കുറേ അധികം എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട്, അതിന് ക്യാഷ് വേണ്ട, ഫ്രീ ആയിട്ട് വെച്ച് തരുന്നതാണ്. പിന്നെ കുറച്ച് കോളീസിൻ്റെ വെറൈറ്റീസാണ്. ഇത് നല്ല എല്ലാം തന്നെ നല്ല റെഡ് കളർ വരുന്ന വെറൈറ്റീസാണ് കേട്ടോ കൂടുതലുവേ. അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് എല്ലാം ഞാൻ 15 രൂപയ്ക്കാണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പം കോളീസ് ഒരിടത്തും അങ്ങനെ കിട്ടാനില്ല. അപ്പം ഇപ്പം ഈ വീഡിയോയിൽ 15 രൂപയ്ക്കാണ്. ഒരു വലിയ കട്ടിങ്സാണ് തരുന്നത് കേട്ടോ, ചെറുതല്ല. അത്യാവശ്യം നല്ല വലിയ കട്ടിങ്സ് തന്നെയാണ് ഞാൻ വെക്കുന്നത്. എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ്. ഇപ്പം മഴക്കാലമൊക്കെയാണ്. അപ്പോൾ കോളീസൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. ചൂട് കാലത്തെക്കാട്ടിലും പെട്ടെന്ന് നമുക്ക് റൂട്ടായി കിട്ടുന്നതൊക്കെ ഈ സമയത്താണ്. അപ്പം മഴയത്തൊന്ന് മാറ്റി ഒന്ന് വെച്ചാൽ മതിയെന്നേ ഉള്ളൂ. മണലൂടെ ചേർത്ത് പൊട്ടി മിക്സ് ചെയ്ത് നട്ട് കൊടുത്താൽ നന്നായിട്ട് വളർന്നു വരും. ചാണകപ്പൊടി മാത്രമേ വളമായിട്ട് ചേർക്കാവുള്ളൂ. വേറൊരു വളവും ചേർക്കേണ്ട ആവശ്യമില്ല കോളിയാസിന്. അപ്പം നല്ല ഗാർഡൻ നല്ല കളർഫുള്ളാക്കാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് കോളിയസ് പ്ലാന്റ്സുകൾ. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് വരെ ഞാൻ വെറൈറ്റീസ് എല്ലാം കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് വരെ കണ്ടു നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. വേണ്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ടോട്ട് എടുത്ത് അയക്കണം. അപ്പോൾ ലാസ്റ്റ് വരെ എല്ലാ വെറൈറ്റീസും കണ്ടു നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.